ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. ക്യാൻസർ രോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ സൗത്ത് കേരള ഇസ്ലാമിക് അസോസിയേഷൻ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ബിൻ മഹ്മൂദിലെ ഹംസ ബിൻ അബ്ദുൾ മുത്തലീബ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ RCC സ്ഥാപക അംഗം ഡോക്ടർ VP ഗംഗാധരൻ പങ്കെടുത്തു. പ്രവാസികളുടെ ഭക്ഷണ രീതി ക്യാൻസറിനെ വിളിച്ചു വരുത്തുന്നതാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗസൽ ബിൽഡേഴ്സ് വയനാട്ടിലെ ലക്കിടിയിൽ പാർപ്പിട സമുച്ചയം ഒരുക്കുന്നു. താസ എന്ന പേരിൽ 12 നിലകളിലായി പണി കഴിപ്പിക്കുന്ന കെട്ടിടത്തിൽ 70ഓളം അപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. സ്ക്വയർ ഫൂട്ടിന് 2500 രൂപയാണ് അടിസ്ഥാന വില കണക്കാക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ മുജീബും ഡയറക്ടർ EP അബ്ദുറഹ്മാനും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടെന്നീസ് കോർട്ട്, നീന്തൽക്കുളം, ഹെൽത്ത് ക്ലബ് തുടങ്ങിയ എല്ലാ സൗകര്യവുമുള്ള ഫ്ളാറ്റ് ഉടമകൾക്ക് വാടകയ്ക്ക് നൽകാനും സൗകര്യമുണ്ടാകും. പ്രസ്റ്റീജ് ഹോട്ടലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ഷെരീഫയും പങ്കെടുത്തു. ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന് കീഴിൽ മ്യൂസിക് ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു. ഖത്തറിലെ ഗായകന്മാരെ ഉൾപ്പെടുത്തി ICCക്ക് കീഴിൽ മികച്ച ഓർക്കസ്ട്രയ്ക്ക് രൂപം നൽകുകയാണ് ലക്ഷ്യം. ഇപ്പോൾ 40ഓളം പേരാണ് ക്ലബിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് മികച്ച പരിശീലനം ICC നൽകും. മ്യൂസിക് ക്ലബിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി MR ഖുരേഷി ഉദ്ഘാടനം ചെയ്തു. ICC പ്രസിഡന്റ് KM വർഗീസ്, ഗണേഷ്, മിലൻ അരുൺ എന്നിവർ സംസാരിച്ചു. ക്ലബിലെ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. പ്രവാസി സമൂഹവും രാഷ്ട്രീയ പൊതുബോധവും എന്ന വിഷയത്തെ അധികരിച്ച് ഇസ്ലാമിക് യൂത്ത് അസോസിയേഷൻ ടോക്ക് ഷോ സംഘടിപ്പിച്ചു. ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവിധ സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് അറ്റ് ദോഹയിൽ ചെറിയൊരു ഇടവേള കൂടി. It's about glamour, envious design, vibrant collections, precise mechanism. Glamour, Chennai watches, precious. മുത്തശ്ശ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നാലോ? മോനെ, നമ്മുടെ നാട് ഒരുപാട് മാറി. എല്ലാം ഞാൻ അറിയുന്നുണ്ട് മുത്തശ്ശ. മുത്തശ്ശന്റെ സ്കൂള് ഹൈസ്കൂൾ ആയത്, കേച്ചേരിയിലെ കൃഷ്ണേട്ടന് മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയത്, പിന്നെ നമ്മുടെ പുഴയിൽ പാലം വന്നത്. മോനെ, ഇതൊക്കെ നീ എങ്ങനെ? ലോകത്തെവിടെയായാലും നാട് എന്റെ ഉള്ളിലുണ്ട് മുത്തശ്ശ. ഗൾഫ് മാധ്യമം, നാടും വീടും അരികിൽ. ഗൾഫ് നാടുകളിലെ ട്രഡീഷനുകളുള്ള ഏകദിനപത്രം. നാട്ടുകാരുടെ സ്വീകരണത്തിൽ മുത്തശ്ശൻ തിളങ്ങണം. മോനെ, ഇതാണ് നമ്പർ 1 ഇൻ മിഡിൽ ഈസ്റ്റ്. Trust across generations. UAE Exchange, world's trusted money transferer. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ ഖത്തറിലെ നസീം അൽ റബീഹ് മെഡിക്കൽ സെന്ററും കുവൈറ്റിലെ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. നല്ലത് മാത്രം പ്രതീക്ഷിക്കുന്ന എന്റെ പ്രവാസി സഹോദരങ്ങൾക്കായി ഏറ്റവും നല്ലത് തന്നെ നൽകണം. അതാണ് എന്റെ ലക്ഷ്യം. കായിക വാർത്തകൾ. നാലാമത് FIG ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് ചാലഞ്ച് കപ്പ് ഖത്തറിൽ സമാപിച്ചു. കഴിഞ്ഞ 3 ദിവസമായി ആസ്പയർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ മെഡലുകളേറെയും ചൈന സ്വന്തമാക്കി. ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള 80ഓളം ജിംനാസ്റ്റുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. 7ാമത് ഖത്തർ ഓപ്പൺ പോലീസ് ക്രോസ് കൺട്രി ചാമ്പ്യൻഷിപ്പ് ലുസൈലിൽ നടന്നു. 5 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ വിദ്യാർത്ഥികളടക്കം 3000ഓളം പേർ പങ്കെടുത്തു.
ലിബിയയിൽ പ്രക്ഷോഭകാരികളുടെ വെടിയേറ്റ് മരിച്ച അൽ ജസീറ ഫോട്ടോഗ്രാഫർ അലി ഹസൻ അൽ ജാബിറിന്റെ സ്മരണാർത്ഥമായിരുന്നു ഇത്തവണത്തെ ക്രോസ് കൺട്രി മത്സരം നടന്നത്. ജനങ്ങളും പോലീസും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് ലിബിയയിൽ പ്രക്ഷോഭകാരികളുടെ വെടിയേറ്റ് മരിച്ച അൽ ജസീറ ഫോട്ടോഗ്രാഫർ അലി ഹസൻ അൽ ജാബിറിന്റെ സ്മരണാർത്ഥമായിരുന്നു ഇത്തവണത്തെ ക്രോസ് കൺട്രി മത്സരം നടന്നത്. ജനങ്ങളും പോലീസും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് പോലീസിന്റെ കായിക വിഭാഗം മേധാവി ബ്രിഗേഡിയർ ഖാലിദ് ഹമദ് അൽ അത്തയ്യ പറഞ്ഞു. We have to make it because this is for our police. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പരാഗണമാണ് ഈന്തപ്പനയിൽ നടക്കുന്നത്. ഈന്തപ്പനയിൽ പരാഗണം നടക്കണമെങ്കിൽ മനുഷ്യന്റെ സഹായം കൂടിയേ തീരൂ. മുത്തു ICRC തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ന്യൂസ് ഫോക്കസിൽ. ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ജീവജാലങ്ങളുടെ പ്രത്യുൽപാദന രംഗത്ത് സഹായ ഘടകമായി മനുഷ്യനും ഇടപെടാറുണ്ട്. സസ്യലതാദികളിലും ജന്തുജാലങ്ങളിലും എന്നും പുതിയ ഉൽപ്പാദനങ്ങൾക്കായി പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പരീക്ഷണങ്ങളുടെ ഫലമായുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ മനുഷ്യന്റെ സജീവ സാന്നിധ്യവും ശാസ്ത്ര സാങ്കേതിക സഹായവും അനിവാര്യമാണ്. പ്രകൃതിദത്തമല്ലാത്തതിനാൽ ഇവയിൽ പിഴവുകളും വന്നു ഭവിക്കാറുണ്ട്. അവയ്ക്കെതിരെ മുറവിളികളും നാം കേൾക്കുന്നു. പ്രകൃതിയിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം അതുകൊണ്ട് തന്നെ എന്നും വിമർശനങ്ങൾക്ക് വഴിമരുന്നിടുമ്പോൾ മണലാരണ്യങ്ങളിലെ പ്രകൃതി വിഭവമായ ഈത്തപ്പഴത്തിന്റെ പ്രത്യുൽപാദന പ്രക്രിയക്ക് മനുഷ്യൻ മാധ്യമമായേ തീരൂ എന്നത് കൗതുകകരമാണ്. മറ്റു ഫലവൃക്ഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈന്തപ്പനകൾ പുരുഷനായും സ്ത്രീയുമായാണ് വളരുന്നത്. പ്രായമാകുന്ന പനകളിൽ ആൺപൂവും പെൺപൂവും തനിയെ വളരുമ്പോൾ ഇതര സസ്യജാലങ്ങളിലെ പരാഗണമെന്ന പ്രക്രിയ ഇവയിൽ സാധ്യമാകുന്നത് മനുഷ്യന്റെ മധ്യസ്ഥതയിലാണ്. പൂമ്പൊടിക്ക് പാകമായ മുതിർന്ന ഈന്തപ്പനകളിൽ നിന്നും പൂക്കുല വെട്ടിയെടുത്ത് പുഷ്പിച്ചു നിൽക്കുന്ന പെൺപനക്കുലകളിൽ പരാഗണം നടത്താൻ മനുഷ്യപ്രയത്നം അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഉപയോഗപ്രദമായ വിധത്തിൽ ഈത്തപ്പഴം വിളവെടുപ്പിന് സജ്ജമാകൂ. ആൺപനകളിൽ ഉണ്ടാകുന്ന പൂങ്കുല വെട്ടിയെടുത്ത് അവ ചില്ലകളായി വേർപ്പെടുത്തി ഓരോ പെൺപൂങ്കുലകളിലും കീഴ്മേലായി പൊതിഞ്ഞു കെട്ടുന്നു. പൂമ്പൊടി പെൺകുലകളിൽ വീണു പതിക്കാനാണ് ആൺകതിർ കീഴ്മേലായി പൊതിഞ്ഞു കെട്ടുന്നത്. ക്രമേണ കായ്കളായി രൂപം പ്രാപിക്കുമ്പോൾ കെട്ടഴിച്ച് കുല സ്വതന്ത്രമാകുകയും അവ വളർന്നു വലുതാകുമ്പോൾ പഴുത്തു വീണു പോകാതിരിക്കാൻ വലകെട്ടി സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയക്ക് അറിവും വൈദഗ്ധ്യവുമുള്ള തൊഴിലാളികൾ ഈത്തപ്പനകളുടെ തോട്ടങ്ങളിൽ ജോലിക്കായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗരാണിക കാലം മുതൽക്കു തന്നെ മനുഷ്യന്റെ ഇത്തരത്തിലുള്ള ഇടപെടൽ നിലനിൽക്കുന്ന ഒരേയൊരു വൃക്ഷമാണ് ഈത്തപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലസംരക്ഷണത്തിനും ജലശോഷണം തടയാനും ഖത്തർ ജലവിഭവ വകുപ്പ് നടപടി തുടങ്ങി. ജല ഉപഭോഗം 5 വർഷത്തിനുള്ളിൽ ഗണ്യമായി വർദ്ധിച്ചു. ശുദ്ധജലം പാഴാക്കുന്നവർക്കെതിരെ നിയമ നടപടി. ഖത്തറികളല്ലാത്തവർക്ക് റിയൽ എസ്റ്റേറ്റ് വസ്തുവകളിന്മേൽ ഇനി സ്ഥിരം താമസാവകാശം. പരിഷ്കാരം വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന്റെ ഭാഗമായി റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് കരുത്തു പകരുമെന്ന് നിരീക്ഷണം. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ മാജിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മുതുകാടിന്റെ മാന്ത്രിക പ്രദർശനം ഏപ്രിൽ 6 തുടങ്ങും. മാജിക്കിനെ സമൂഹ നന്മയ്ക്ക് പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് ഗോപിനാഥ് മുതുകാട്. വിദഗ്ധ തൊഴിലാളികളെ രാജ്യത്ത് നിലനിർത്താനായി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വേണമെന്ന് വികസന നയരേഖ. തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കും. സ്പോൺസർഷിപ്പ് നിയമം പുനഃപരിശോധിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ. 4ാമത് FIG ആർട്ട് ചാലഞ്ച് കപ്പ് ടൂർണമെന്റ് ഖത്തറിൽ അവസാനിച്ചു. പങ്കെടുത്തത് 24 രാജ്യങ്ങൾ. മെഡലുകൾ ചൈന തൂത്തുവാരി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നന്ദി, നമസ്കാരം.